മക്കളെ, നമുക്ക് ഇന്ന് ഏക്ക് തിനുക്ക എന്ന കവിതയിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഏക്ക് തിനുക്ക, അതായത് ഏക്ക് തിനുക്ക എന്ന് പറഞ്ഞാൽ എന്താ? ഒരു വൈക്കോൽ അല്ലെങ്കിൽ ഒരു പുൽക്കൊടി എന്നുള്ള അർത്ഥമാണ്. ഏക്ക് തിനുക്ക എന്ന കവിത ആരുടേതാണ് എന്നാണ് ഒന്നാമത്തെ ചോദ്യം. ഏക്ക് തിനുക്ക കിസ്കി കവിത ഹേ, ആരുടെ കവിതയാണ്? അയോധ്യ സിംഗ് ഉപാധ്യായ അരിയൗദിന്റെ കവിതയാണ് ഏക്ക് തിനുക്ക എന്നത്. അടുത്ത ചോദ്യം നോക്കാം. കവി മുണ്ടേർ പർ ഗഡേ രഹത്തെ സമയ അചാനക് ക്യാ ഹുവാ? കവി പാരപ്പറ്റിൽ നിൽക്കുമ്പോൾ പെട്ടെന്ന് എന്താണ് സംഭവിച്ചത്? അചാനക് ദൂർസെ ഉടുത്ത ഹുവാ ഏക്ക് തിനുക്ക ഉൻകി ആങ്ക് മേം പടാ. പെട്ടെന്ന് ദൂരെ നിന്നും പറന്നു വന്ന ഒരു പുൽക്കൊടി അല്ലെങ്കിൽ ഒരു വൈക്കോൽ തുരു, ഒരു വൈക്കോലിന്റെ ചെറിയ കഷ്ണം ഉണ്ടല്ലോ, അത് അദ്ദേഹത്തിന്റെ കണ്ണിൽ കൊണ്ടു. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ആങ്ക് മേ തിൻക പഠനെ പർ ഗമണ്ഡി കി ക്യാ ദശ ഹുയി? അഹങ്കാരം, അതായത് ആ സമയത്ത് അഹങ്കാരത്തിലാണ് നിൽക്കുന്നത് എന്നാണ് പറഞ്ഞത്. അപ്പൊ അഹങ്കാരത്തിൽ നിൽക്കുന്ന മനുഷ്യന്റെ കണ്ണിൽ വൈക്കോൽ വീണപ്പോൾ അവന് എന്താണ് സംഭവിച്ചത് എന്നാണ് ചോദ്യം. लोगों आंग लाल होकर दुखने लगी, एक छोटा सा तिनका भी हमें परेशान कर सकता है. അതിന്റെ മീനിങ് നോക്കാം. കണ്ണുകൾ ചുവന്നു വേദനിച്ചു. ലാൽ ഹോക്കർ ദുഃഖന, ദുഃഖന പറഞ്ഞാൽ വേദനിക്കുക. കണ്ണുകൾ ചുവന്ന് വേദനിക്കാൻ തുടങ്ങി. ഏക് ചോട്ടാ സാ തിൻകാ ബി ഹമേ പരേശാൻ കർ സക്താ ഹേ. ഒരു ചെറിയ വൈക്കോൽ തുരുമ്പ്, ഒരു ചെറിയ വൈക്കോൽ തരിക്ക് പോലും നമ്മളെ എന്ത് ചെയ്യാൻ പറ്റും? പരേശാൻ കർ സക്താ ഹേ, വിഷമത്തിലാക്കാൻ പറ്റും. തിൻകെ കോ നികാൽനെ കെ ലിയെ ലോഗോ നെ ക്യാ കിയാ? അടുത്ത ക്വസ്റ്റ്യൻ ആണ്. തിനുക്ക പുൽക്കൊടി എടുക്കാൻ വേണ്ടിയിട്ട് ആളുകൾ എന്താണ് ചെയ്തത്? വൈക്കോൽ കണ്ണിൽ നിന്ന് നീക്കം ചെയ്യാൻ വേണ്ടിയിട്ട് ആളുകൾ എന്താണ് ചെയ്തത്? ലോഗോനെ കപ്പടേക്കോ മുണ്ട് ദേക്കർ ആങ്കോം സേ തിനുക്ക നികാൽനെ ലഗ. ആളുകൾ തുണി കൊണ്ട് കണ്ണിലെ വൈക്കോൽ നീക്കം ചെയ്യാൻ തുടങ്ങി. യഹാം സമജ് ശബ്ദ കിസ്കെ ലിയെ പ്രയുക്ത് ഹേ? സമജ് എന്ന ശബ്ദം ഇവിടെ ഏത് രീതിയിലാണ് പ്രയോഗിച്ചിരിക്കുന്നത് എന്നാണ് അടുത്ത ചോദ്യം. ഇവിടെ എന്തിനെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഉപയോഗിച്ചത് എന്നാണ്. അപ്പൊ എന്താണ്? വിവേക് കേലിയെ, വിവേകം, വിവേകത്തിന് വേണ്ടിയിട്ടാണ് സമജ് എന്ന പ്രയോഗം ഇവിടെ പ്രയോഗിച്ചിരിക്കുന്നത്. ഏക് ഗമണ്ഡി കേലിയെ ക്യാ കാഫി ഹേ? ഒരു അഹങ്കാരിക്ക് എന്ത് മതി? ഒരു അഹങ്കാരിന്റെ അഹങ്കാരം ഇല്ലാതാക്കാൻ എന്ത് മതി എന്നാണ് കവി പറയുന്നത്? ഏക്ക് തിനുക്ക, ഒരു പുൽക്കൊടി മതി അവന്റെ അഹങ്കാരം ഇല്ലാതാക്കാനായിട്ട്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യരുതെന്നാ പറയണത്? ആരും ഒന്നിലും അഹങ്കരിക്കരുത് എന്നാണ് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. തിനുക്ക കിസ്ക പ്രതീക് ഹേ? തിനുക്ക എന്തിന്റെ പ്രതീകമാണ്? അഹങ്കാർക്കോ ചേതാവനി ദേനെ വാലോം ക. അഹങ്കാർക്കോ ചേതാവനി ദേനെ വാലോം ക. അഹങ്കാരത്തിനെതിരെ മുന്നറിയിപ്പ് നൽകുന്നവരുടെ പ്രതീകമാണ്. എന്താണ്? അഹങ്കാരത്തിനെതിരെ മുന്നറിയിപ്പ് നൽകുന്നതിനെയാണ് അവിടെ പ്രതീകമാക്കുന്നത് എന്നാണ് പറഞ്ഞത്. മേം കിസ്ക പ്രതീക് ഹെ? ഞാൻ എന്നത് എന്തിന്റെ പ്രതീകമാണ്? ഗമണ്ഡി ലോകോങ്ക, അഹങ്കാരികളെയാണ് ഇവിടെ ഞാൻ എന്ന അഹംഭാവം അല്ലെ, ഞാൻ എന്ന ഭാവം, അതാണ് ഗമണ്ഡി, അഹങ്കാരികളെയാണ് ഇവിടെ പ്രതീകമാക്കുന്നത്. തിനുക്ക निकालने पर कवि को क्या समझ में आया? तिनका निकालने पर कवि को क्या समझ में आया? വൈക്കോൽ നീക്കം ചെയ്തതിനു ശേഷം കവി എന്താണ് മനസ്സിലാക്കിയത്? हमें किसी बात का घमंड नहीं करना चाहिए, एक छोटा सा तिनका भी हमें परेशान कर सकता है. അപ്പൊ എന്താണ് ഇതിലെ ഗുണപാഠം? എന്താണ് മനസ്സിലാക്കിയത്? കവി മനസ്സിലാക്കിയ കാര്യം എന്താണ്? നമ്മൾ
ഒരിക്കലും അഹങ്കരിക്കരുത്. ഒരു ചെറിയ വൈക്കോൽ മതി നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മളെ വിഷമത്തിലാക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ വൈക്കോൽ കഷ്ണത്തിന് പോലും പറ്റും. അതുകൊണ്ട് ഒരു കാര്യത്തിലും നമ്മൾ അഹങ്കരിക്കരുത് എന്ന പാഠമാണ് കവി ഇതിൽ നിന്നും പഠിച്ചത്. അതായത് നമ്മൾക്ക് മനസ്സിലാക്കി തരുന്ന കാര്യം അതാണ്. അടുത്ത ചോദ്യം, യഹാ കവി മേം സർവനാം കാ പ്രयोग ക്യോം കിയാ ഹോഗാ? മേം ഞാൻ എന്ന സർവനാമം, ഇവിടെ കവി ഞാൻ എന്ന സർവനാമം ഉപയോഗിച്ചത് എന്തുകൊണ്ടാണ്? ഇവിടെ അഹങ്കാരിയായ ആളായിട്ട് കവിയെ തന്നെയാണ് കവി പറഞ്ഞത് അല്ലേ? ഞാൻ എന്നാണ് ഇവിടെ സർവനാമമായിട്ട് അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ ഉപയോഗിച്ചതെന്നാണ് ചോദ്യം. കവിനെ യഹാം മേം സർവനാം കാ പ്രयोग इसलिए किया होगा कि जो कविता पढ़ते हैं उन सबके मन में यह घमंड जरूर होगा, तो अपने गर्व को दूर करने और अपने आप देखने का मौका भी यह कविത देती है. എന്താണ്? കവിത വായിക്കുന്ന എല്ലാവരുടെയും മനസ്സിൽ എന്താ ഉണ്ടാവുന്നത്? ഒരു അഹങ്കാരം എന്തായാലും ഉണ്ടായിരിക്കും. എല്ലാവരുടെയും മനസ്സിൽ അഹങ്കാരം ഉണ്ടാവും എന്നതിൽ യാതൊരു സംശയവുമില്ല അല്ലേ? അപ്പൊ കവി ഇവിടെ ഞാൻ എന്ന സർവനാമം ഉപയോഗിച്ചിരിക്കുന്നത് കവിത വായിക്കുന്ന എല്ലാവരുടെയും മനസ്സിൽ വരാൻ വേണ്ടിയായിരിക്കാം കവി ഇവിടെ ഞാൻ എന്ന സർവനാമം ഉപയോഗിച്ചത്. അതായത് കവിത വായിക്കുന്ന ഏതൊരാൾക്കും മനസ്സിൽ അഹങ്കാരം ഉണ്ടെങ്കിൽ അത് എന്താ പറയുക, അത് ദൂരെയാകാൻ വേണ്ടിയിട്ട്, ഇല്ലാതെയാക്കാൻ വേണ്ടിയിട്ട്, ഏതൊരു വ്യക്തിക്കും എന്തെങ്കിലും ഒരു കാര്യത്തിൽ അഹങ്കാരം ഉണ്ടായിരിക്കും അല്ലേ? അപ്പോൾ ആ അഹങ്കാരം ഇല്ലാതാക്കാൻ വേണ്ടി, തന്നിലേക്കൊന്ന് ചിന്തിക്കാൻ വേണ്ടി, തനിക്ക് അഹങ്കാരമുണ്ടോ എന്ന്, എനിക്ക് അതിൽ അഭിമാനിക്കണം, അതായത് അഹങ്കാരമില്ലാതെ അഭിമാനിക്കുന്ന, അഭിമാനമുള്ളൊരു വ്യക്തിയായിട്ടിരിക്കണം. അതുകൊണ്ട് ഈ കവിത തൻ്റെ അഹങ്കാരത്തെ മറികടന്ന് എന്നെ തന്നെ നോക്കാൻ വേണ്ടിയിട്ട് ഒരവസരം നൽകുകയാണ് ചെയ്യുന്നത്. അഹങ്കാരം മാറ്റിയിട്ട് നമ്മളിലേക്ക് വരിക, നമ്മളെപ്പറ്റി ചിന്തിക്കുക, നമ്മളിലേക്ക് കൂടുതൽ എന്താ പറയുക, നല്ല ഒരു രീതിയിൽ ചിന്ത വരും. അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ മേം എന്ന സർവനാമം ഉപയോഗിച്ചിരിക്കുന്നത് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ക്ലാസ് ഫുള്ളായിട്ട് എല്ലാവരും കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കുക. ഈ കവിതയുടെ ആശയം നമ്മൾ ചെയ്തിട്ടുണ്ട്. ആശയം തീർച്ചയായിട്ടും പഠിക്കണം, നിർബന്ധമാണ്, എക്സാമിന് ചോദിക്കുന്നതാണ്, അത് നേരത്തെ ചെയ്തതാണ്. അത് നോക്കുക, പഠിക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കുക. ഓക്കെ.